ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ ഹോം ഷോപ്പിൻ്റെ റിവ്യൂ മീറ്റിംഗ് ആണെന്ന്, അതേപോലെ തന്നെ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഞങ്ങളിവിടെ കരുവാരക്കുണ്ട് മയൂരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. എൻ്റെ കൂടെ അമരമ്പലത്തുള്ള അനീഷയുണ്ട്. അമരമ്പലത്തെ CLC ആണ് കേട്ടോ. അമരമ്പലം കരുവാരക്കുണ്ടോ അവൾക്കാണ് ചാർജ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാട്ടോ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ കച്ചവടം ചെയ്ത HSOമാർക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണ്ടേ, അപ്പോൾ അതിനുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഹാളൊക്കെ അലങ്കരിച്ചിട്ടോ. ഇത് കരുവാരക്കുണ്ട് പഞ്ചായത്താണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളെ റിവ്യൂ മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ ഹാളൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അലങ്കരിച്ചത്. അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യണമല്ലോ, അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തതിന് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ ആരംഭിച്ചു. പിന്നെ ഒരുപാട് പ്രസംഗവും കാര്യങ്ങളൊന്നും ഇല്ല ഇനി കേട്ടോ. ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്, നല്ല അടിപൊളി. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു. കാരണം നമ്മൾ വീട്ടമ്മമാരങ്ങനെ അധികം ഇങ്ങനത്തെ സെലിബ്രേഷനിലൊന്നും പങ്കെടുക്കാറില്ല. പൊതുവെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ ഇപ്പോൾ ഞങ്ങളൊരു ഫാമിലി പോലെയാണ് കേട്ടോ. ഈ ഒരു കാളികാവ് ബ്ലോക്കിലുള്ള CLCമാരും അതേപോലെ തന്നെ HSOമാരും പിന്നെ ഞങ്ങളെ സാറുമാരെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട. ഞങ്ങളോട് അത്രക്കും ഞങ്ങളായിട്ട് നല്ല കമ്പനിയുള്ള നല്ല സാറുമാരാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടീവാണ്. അപ്പോൾ പ്രസാദ് സാറും സതീഷ് സാറുമാണ് കേട്ടോ ഞങ്ങളെ സാറുമാർ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ CDSമാരും നല്ല സപ്പോർട്ടീവാണ് ഞങ്ങൾക്ക്. പിന്നെ ഇപ്പോൾ ഈ ഒരു കരുവാരക്കുണ്ട് പഞ്ചായത്തിലാണല്ലോ ഇത് നടക്കുന്നത്. അപ്പോൾ കരുവാരക്കുണ്ടത്തെ CDS ചെയർപേഴ്സണെ പ്രത്യേകിച്ച് പറയണം കേട്ടോ. അത്രക്കും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടീവാണ് മാഡം. അങ്ങനെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗെയിമും തന്നെ നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഗെയിമേനി. ഗെയിം കളിക്കാനുള്ള അവസരം 20,000 രൂപയ്ക്ക് മുകളിൽ കച്ചവടം ചെയ്ത HSOമാർക്കാണ് കേട്ടോ ഗെയിം കളിക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ ആദ്യം സ്ക്വയർ ഷേപ്പിലുള്ളൊരു സാധനം ഉണ്ട് കേട്ടോ സാറിൻ്റെ കയ്യിൽ. അത് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ആദ്യം അത് കൊടുക്കും. അപ്പോൾ അത് അവർ താഴേക്കിടുമ്പോൾ എത്ര എണ്ണത്തിലാണോ അത് വന്ന് നിൽക്കുന്നത് നോക്കും. അപ്പോൾ അത്രയും പ്രാവശ്യമാണ് ഈ ഒരു ബോൾ ഇടാൻ അവർക്ക് അവസരം കിട്ടുക കേട്ടോ. അപ്പോൾ 1 മുതൽ 6 വരെയാണ് അതിലുള്ളത്. അപ്പോൾ ചിലർക്ക് 4 എണ്ണം കിട്ടും, ചിലർക്ക് 2 എണ്ണം കിട്ടും, ചിലർക്ക് 1 കിട്ടും, ചിലർക്ക് 6 എണ്ണം കിട്ടും. അങ്ങനെ എന്തായാലും ഇതൊരു സീത ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചിക്ക് 4 തവണ ഇടാനാണ് അവസരം കിട്ടിയത്. അതിൽ 2-മത്തോ 3-മത്തോ പ്രാവശ്യം ആയപ്പോൾ ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടി കേട്ടോ. ഗിഫ്റ്റ് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഇടുന്ന ബോളുണ്ടല്ലോ, ആ ബോള് ചെന്ന് വീഴുന്നത് എവിടെയാണോ നോക്കും. അപ്പോൾ അതിൽ ചുരിദാറുണ്ട്, അതേപോലെ 200 രൂപ, 50 രൂപ, പിന്നെ ജ്യൂസ് ഗ്ലാസ്, അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ 3 കോളം ഒഴിഞ്ഞും കിടക്കുന്നുണ്ട്. ആ ഒഴിഞ്ഞ് കിടക്കുന്ന കോളത്തേക്ക് ബോൾ വന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. പിന്നെ 4 പ്രാവശ്യമൊക്കെ ബോൾ എറിയാൻ അവസരം കിട്ടുന്ന ആൾക്കാർക്ക് ഒന്നും ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിലുള്ള ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കും കേട്ടോ. വെറുതെ വിടൊന്നുമില്ല. ഇല്ല 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 പുറത്താ. മെല്ലെ മെല്ലെ ഒന്ന് പൊടിച്ചുവിട്ടാ മതി. ഇതിലുണ്ട് സ്ഥലത്ത് സ്പീഡ് കൂടി കിട്ടി കിട്ടി
അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞു. കുറേ പേർക്ക് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. ഗിഫ്റ്റ് കിട്ടാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അതേപോലെ നമ്മളെ HSOമാർക്കുള്ള ഗിഫ്റ്റ് വിതരണമാണ് കേട്ടോ. 20,000 രൂപക്ക് മുകളിൽ കച്ചവടം ചെയ്ത എല്ലാ HSOമാർക്കും ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അരിപ്പൊടിയൊക്കെ 25 വിറ്റവർക്കുള്ള ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കെട്ടിപ്പിടിച്ച ഓരോ ഉമ്മയും കൊടുത്ത് അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ ഇതാ കേക്ക് കട്ടിങ് ആണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് നല്ല ഭംഗിയുണ്ടായിന് കേട്ടോ കാണാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിന്. കൊറേ നേരം എത്തിച്ചിട്ട് ഞാൻ മുറിച്ചുതരാം. എല്ലാരും സീറ്റ് പോയിരിക്കല്ലേ? കേക്ക് ഒരുപാട് ടൈമായില്ലേ കൊണ്ടുവന്നിട്ട്. അപ്പോൾ കേക്ക് കുറച്ചൊക്കെ അങ്ങനെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി. അങ്ങനെ അതാ സാറെല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ തന്നു. നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? അവനവന്റെ കയ്യിലുള്ള ബലൂൺ പൊട്ടാതെ നോക്കണം. ഓക്കെ, അപ്പോൾ റെഡി 1 2 3 4. അങ്ങനെ ലാസ്റ്റ് പരിപാടി ഇതേനെ കേട്ടോ, ഈ ഒരു ബലൂണ് പൊട്ടിക്കൽ. അപ്പോൾ നല്ല രസമുണ്ടേനൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഇതേപോലെയുള്ള വീട്ടമ്മമാർക്കൊന്നും അധികം കിട്ടലില്ല. ഇപ്പം പറഞ്ഞാൽ ഇങ്ങനെ ഹോം ഷോപ്പിലൊക്കെ വന്നതിന് ശേഷമാണ് കുറേ ആൾക്കാർ പുറത്തിറങ്ങണത് തന്നെ. തീരെ പുറത്തിറങ്ങലില്ല എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണ്. ഇതേപോലെയുള്ള ആഘോഷങ്ങളിലും കാര്യങ്ങളൊന്നും പങ്കെടുക്കാതെ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ കുട്ടികളെ കൂടെ സ്കൂളിലൊക്കെ പോയിട്ടാണ്. ഞാനൊക്കെ ന്യൂ ഇയറൊക്കെ അങ്ങനെയാണ് ആഘോഷിക്കൽ. പിന്നെ ന്യൂ ഇയർ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കലൊക്കെ ഫസ്റ്റാണ് കേട്ടോ. എനിക്കും ഫസ്റ്റ് അനുഭവം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതാ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. പിന്നെ ഞാൻ കൊടുത്ത ഗിഫ്റ്റൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ആ കടയിൽ കയറി കുറേ ടൈം ആയിക്കണം. അവിടെ ചെന്ന് കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാളിഞ്ഞു. അപ്പം ഓരോന്നോരോന്ന് അങ്ങനെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ചെറിയൊരു പേനാണ് കേട്ടോ കൊടുത്തിരുന്നത്. നമ്മൾ താളിക്കാനൊക്കെ എടുക്കൂലേ ചെറിയ പേന്, അങ്ങനത്തെ കേട്ടോ. പപ്പടം പൊരിക്കാനും കടുക് വറുക്കാനൊക്കെ എടുക്കണ ചെറിയൊരു പേനാണ് ഞാൻ കൊടുത്തിരുന്നത്. നമ്മൾ വീട്ടമ്മമാർക്ക് എത്ര പാത്രം കിട്ടിയാലും തികയില്ലല്ലോ. എൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. എനിക്ക് എപ്പോഴും പാത്രങ്ങൾ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലേ. നമുക്ക് റിവ്യൂ ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ പാത്രങ്ങൾ വരുന്നതാണ്. എന്നാലും പാത്രം കാണുമ്പോൾ വാങ്ങാനൊരു ആഗ്രഹമാണ്. അപ്പം ഞാനും അതേപോലെ തന്നെ പാത്രമാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ എനിക്ക് കിട്ടിയ പാത്രം സ്റ്റീലിൻ്റെ ഒരു പാത്രേനും നല്ല പാത്രമാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതാ ഗിഫ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്തു. കാരണം അത് വണ്ടിമേൽ വെക്കാൻ ഗതികേടാണ്. അപ്പോൾ ഒരു കവറിലിട്ടിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ബോക്സ് വലുതല്ലേ. പിന്നെ അനീഷയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ് ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അൺബോക്സ് ഒക്കെ ചെയ്ത് പിന്നെ ഇവിടെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിന്. അതൊക്കെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അതാ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ. സാദാ ചോറാട്ടെ ഞങ്ങൾ രണ്ടാളും വാങ്ങിച്ചത്. സാദാ ചോറ് മതി എന്ന് പറഞ്ഞു. ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്കും ഇതേപോലെ കുറേ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കണതാണ് ഇഷ്ടം ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കണതും ഇടയ്ക്ക് കഴിക്കണതും അല്ലേ. അപ്പോൾ എന്തായാലും ഇതും നമ്മളെന്നും ഉണ്ടാക്കണതും കഴിക്കണതുമാണ്. പക്ഷേ കുറേ കറികളൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ചോറ് ഉരുട്ടി കഴിക്കുമ്പം അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. അനീഷക്കും അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഉഷാറായിട്ട് തന്നെ ചോറൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയർ സെലിബ്രേഷന് അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടും ചെയ്തു. പിന്നെ അതേപോലെ എല്ലാവരും നല്ല സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.